നമസ്കാരം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുത്തു. ഡോക്ടർ സാമുവൽ മോർ തിയോഫിലസ് മെത്രാപ്പൊലീത്തയാണ് പുതിയ അധ്യക്ഷൻ. തിരുവല്ല സഭ ആസ്ഥാനത്ത് ചേർന്ന സിനഡ് യോഗത്തിലാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. പുതിയ അധ്യക്ഷൻ്റെ സ്ഥാനാരോഹണം ജൂൺ 22 നടക്കും. ചെന്നൈ ഭദ്രാസനാധിപനായിരുന്നു ഡോക്ടർ സാമുവൽ മോർ തിയോഫിലസ് മെത്രാപ്പൊലീത്ത. വിവിധ ഭദ്രാസനങ്ങളിലെ ബിഷപ്പുമാർ നേരിട്ടും ഓൺലൈനായും പുതിയ മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുക്കാനുള്ള സിനഡിൽ പങ്കെടുത്തു. ഐകകണ്ഠേനയാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എന്ന് സിനഡിന് ശേഷം ബിലീവേഴ്സ് ചർച്ച് വൈദികർ വ്യക്തമാക്കി. അധ്യക്ഷനായിരുന്ന അത്തനേഷ്യസ് മോർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ വിയോഗത്തെ തുടർന്നാണ് ബിലീവേഴ്സ് ചർച്ച് പുതിയ തലവനെ തെരഞ്ഞെടുത്തത്. അന്തരിച്ച അത്തനേഷ്യസ് മോർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ 40ാം ചരമദിനാചരണം ഇന്നലെ കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലും സഭയുടെ പരിശുദ്ധ സിനഡ് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും കൂടാതെ ഒറ്റ സ്വരത്തിൽ ഒരേ മനസ്സോടെ എടുത്ത തീരുമാനങ്ങൾ ഇവിടെ അറിയിക്കുന്നു. സഭയുടെ ഭദ്രാസനങ്ങൾ 11 ഭദ്രാസനത്തിന്റെ കീഴിലായി പ്രവർത്തികൾ എപ്പിസ്കോപ്പൽ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറയുന്ന ഡയസസിന്റെ പേര് ഞാനിപ്പോൾ പറയാം. ട്രിവാൻഡ്രം ആർച്ച് ഡയസസ്, ചെന്നൈ ആർച്ച് ഡയസസ്, മുംബൈ ആർച്ച് ഡയസസ്, ഡൽഹി ആർച്ച് ഡയസസ്, കൊൽക്കത്ത ആർച്ച് ഡയസസ്, ജോർഹാട്ട് ആർച്ച് ഡയസസ്, കൊളംബോ ആർച്ച് ഡയസസ്, കിഗാലി ആർച്ച് ഡയസസ്, കാഠ്മണ്ഡു ആർച്ച് ഡയസസ്, ധാക്ക ആർച്ച് ഡയസസ് ആൻഡ് നോർത്ത് അമേരിക്ക ആർച്ച് ഡയസസ്. 2. സഭാ ആസ്ഥാനത്തുള്ള ബിലീവേഴ്സ് കൺവെൻഷൻ സെന്റർ അഭിമന്യ തിരുമേനിയുടെ ഓർമ്മയ്ക്കായി മോർ അത്തനേഷ്യസ് സെക്രട്ടറിയായി ഹിസ് ഗ്രേസ് ജോഷുവ മോർ ബർണബാസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ മെത്രാപ്പൊലീത്തയുടെ സ്ഥാനത്തേക്ക് ചടങ്ങുകൾ ജൂൺ 22 രാവിലെ 8 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചു. സഭയുടെ 5ാമത്തെ പോയിന്റാണ്. സഭയുടെ പുതിയ മെത്രാപ്പൊലീത്തയായി ഇപ്പോൾ ചെന്നൈ ആർച്ച് ഡയസസ് അതിഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഹിസ് ഗ്രേസ് സാമുവൽ മോർ തിയോഫിലസ് എപ്പിസ്കോപ്പ തിരുമേനിയെ ഏകകണ്ഠ്യമായി അടുത്ത മെട്രോപൊളിറ്റനായി തെരഞ്ഞെടുത്തു. താങ്ക് യു. Samuel Moor Theophilus.